സോഷ്യൽ മീഡിയക്ക് നിയന്ത്രണം വേണം. ചലച്ചിത്ര സംവിധായകൻ സന്തോഷ് പണ്ഡിറ്റ്, യൂട്യൂബറും ബിഗ് ബോസ് താരവുമായ സായി കൃഷ്ണ, ആറാട്ടൺ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കി, നമ്മുടെ ആറാട്ടണ്ണൻ, പിന്നെ ഒരു അലൻ ജോസ് പെരർ, ഇവരൊക്കെ ആൾക്കാർ റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കല്ലെറിയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തും. ഞാൻ ഇതുവരെ ഒരു കോമാളിത്തം മണപ്പൂരം കാണിച്ചിട്ടില്ല. അയ്യോ പാവം. ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ കാര്യമാണോടാ? അപ്പൊ ഈ നടിമാരെയൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി. സന്തോഷ് ഇപ്പൊ എപ്പോ വന്നാലും പറയുന്നതാ ഇത് ന്യൂസ് ഇടുന്നതിനാ, ഇത് പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്നതിനാ. സന്തോഷ് എങ്ങനെയാ പോപ്പുലറായ? പട്ടി നാറി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു? സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു. ഇദ്ദേഹം ഇന്ന് വരെയും ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അവഹേളിച്ചിട്ടില്ല. നടന്മാർക്കും കൈ കൊടുക്കും, നടിമാർക്ക് കൈ കൊടുക്കും. നടിമാർക്ക് കൈ കൊടുക്കാൻ മാത്രമേ വരുള്ളൂ. നടന്മാർക്ക് കൈ കൊടുത്താൽ കൊടുത്തോടനെ വലിക്കും, നടന്മാർക്ക് കൊടുത്താൽ വലിക്കാറില്ല. റീച്ച് കിട്ടുന്ന 3 കാര്യങ്ങൾക്കാണ്. 1 കോമാളിത്തരം, 2 അപരാധം, 3 അഡൽട്ട. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആരാ? കണ്ണനി പരിപാടി നിർത്തുവോ? പരേ നിർത്തുന്നില്ല. എന്ത് ഇവര് നിർത്തുന്നു അന്ന് അദ്ദേഹം പണി നിർത്തും. അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും. സന്തോഷ് പണ്ഡിറ്റ് ബാക്കിയുള്ളവരുടെ അന്ന് ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജമാണ്, ഇവർ 3 ചാനൽ മാത്രമാണ്. നായമാണോ ഏത് നായന്റെ മുഖത്ത് നോക്കി പറയാനുള്ള സ്വഭാവം സന്തോഷ് പണ്ഡിറ്റ് പഠിച്ചുകൊണ്ടാലും സായിയോട് സായി എന്റെ കോമാളത്തിൽ പറഞ്ഞപ്പോ ഏതാ നിന്റെ 3 ചാനലല്ലേ ചോദിച്ചത്. ഇഷ്ടംപോലെ ആളുകൾ സോഷ്യൽ മീഡിയയില് സന്തോഷിയുടെ വെച്ച് കണ്ടന്റ് ആക്കിയതുകൊണ്ടാണ് സന്തോഷ്. ഹലോ ഒരു മിനിറ്റ്. സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു? സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു. അതിന്റെ സോങ് ഉണ്ട് സാർ, ഒരു കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുമെന്ന് ഞാൻ ഒരു പൊട്ടൽ എടുത്ത് പറഞ്ഞില്ല. ഒരു മിനിറ്റ്. ഞാൻ അവർക്ക് പണം കിട്ടാനും അവർക്ക് ലൈക്കും ഷെയറും കിട്ടുവാനും വേണ്ടി അവർ സന്തോഷ് പണ്ഡിറ്റിനെ വിളിക്കുകയും അവരെ എന്നെ കുറിച്ചുള്ള ഒരു സൂചി ഇടം കിട്ടിയാൽ അവിടെ കിണർ കുടിക്കുന്ന വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. സ്വന്തമായി കോമാളിത്തരം 3 ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. ഇവരെ പോലത്തെ 3 ചാനലിനെ മറ്റുള്ളവർ വേണം. ഇവരെ പോലത്തെ ആളുകൾക്ക് പൈസ ഞാൻ പറയട്ടെ. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ XY വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അല്ലെ അവന്റെ മോശത്തെ ഇത് ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. സ്വന്തമായി എന്താണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ഇന്റർനാഷണൽ നിരീക്ഷണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മറ്റവന്റെ സ്വന്തമായ മ്യൂസിക് ആയാലും ഇത് ചെയ്ത് അത് കൃത്യമായി എന്റെ നോക്കി അറിയാൻ പറ്റും. 57 ലക്ഷം ആളുകളും ഇതൊക്കെ വരുന്നുണ്ട്. എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജമാണ്, ഇവർ 3 ചാനൽ മാത്രമാണ്.